ഇടത് വലത് മുന്നണികൾ പറയുന്നത് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തെറ്റിയെന്നാണ്. പക്ഷേ ഈ ഓണക്കാലം തന്നെ നമുക്ക് പരിശോധിക്കാം. പുലിക്കളിയുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി അനുവദിച്ചത് 24 ലക്ഷം രൂപയാണ്. ഇന്നലെ ആറന്മുള വള്ളംകളിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 14 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് ഈ ഓണക്കാലത്ത് തന്നെ സുരേഷ് ഗോപി മലയാളികൾക്കായി ഓണസമ്മാനം നൽകിയത്. അപ്പോൾ സുരേഷ് ഗോപി ഒരു മാതൃകയല്ലേ മറ്റുള്ള എംപിമാർക്കും അതോടൊപ്പം തന്നെ മന്ത്രിമാർക്കും? പണ്ട് കോൺഗ്രസിന്റെ കാലത്ത് 8 മന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിരുന്നു. അന്നൊന്നും ഇത്തരം വാർത്തകൾ വന്നിട്ടില്ല, ഇത്തരം സഹായങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത് ഒരു മാതൃകയായി മറ്റുള്ള എംപിമാർ തിരഞ്ഞെടുക്കുമോ? ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു അതിനകത്തൊരു ശരിയായൊരു തിരുത്തൽ വരുന്നുണ്ട്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് സംഭാവന ചെയ്തത് 15 ലക്ഷം രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ സബ്ജക്റ്റ് ടു കറക്ഷൻ. 14 അല്ല, 15 ലക്ഷം രൂപ. അപ്പോൾ ഒട്ടും കുറച്ച് കാണേണ്ടതില്ല സുരേഷ് ഗോപിയുടെ ഈ കാരുണ്യശീലത്തെ. അതല്ല ശ്രീജിത്തെ, ഈ പ്രാവശ്യത്തെ ഓണോത്സവത്തിൻ്റെ പൂക്കൾക്കും അതുപോലെ തുമ്പികൾക്കും സദ്യകൾക്കും എല്ലാം ഒരു വിശേഷപ്പെട്ട മാധുര്യമുണ്ടായിരുന്നു, മണമുണ്ടായിരുന്നു, നറുമണമുണ്ടായിരുന്നു. അത് നവനീതത്തിൻ്റേതാണ്, തേനിൻ്റെയാണ്, മധുവിൻ്റേതാണ്. കാരണം അവയിലെല്ലാം കാരുണ്യത്തിൻ്റെ ഒരു സ്പർശമുണ്ടായിരുന്നു. ആ കാരുണ്യത്തിൻ്റെ സ്പർശം വന്ന കൈകൾ, അത് കോൺഗ്രസിൻ്റെ കൈകളല്ല, സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രിയുടെ കൈകളുടെ സ്പർശം, കാരുണ്യത്തിൻ്റെ സ്പർശം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീജിത്ത് പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ സുവർണകാലങ്ങളുണ്ടായിരുന്നു. ഭരണകക്ഷിക്ക് 19 എംപിമാരും അതുപോലെ തന്നെ 8 മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നിട്ടുള്ള ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഇതുപോലെ വാരിക്കുരിഞ്ഞുള്ള സഹായങ്ങൾ നമ്മുടെ ഓണാഘോഷത്തിന് ഉണ്ടായിരുന്നില്ല. ഓണസദ്യ ഒക്കെ നടത്തും, വലിയ വലിയ അതിഥികളെ കോൺഗ്രസ്സുകാർക്ക് പ്രിയമാണ്. കാരണം പ്രവർത്തകർ അടികൊണ്ട് വീഴുമ്പോൾ വി.ഡി. സതീശൻ പിണറായിക്കൊപ്പം വരുന്ന ഓണസദ്യ പായസം അതിൻ്റെ മഹിമ വിവരിച്ചുകൊണ്ടും ചിരിച്ചുകൊണ്ടും ഇളിച്ചുകൊണ്ടും ഒക്കെ നടത്തുന്ന ആ ഷോ ഓഫ് ഉണ്ടല്ലോ, അത് കേരളത്തിൻ്റെ സാധാരണ മനുഷ്യരുടെ പീഡനം അനുഭവിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ മാത്രമല്ല, അത് പങ്കിടുന്ന സാധാരണക്കാരല്ല സാറാ, പാർട്ടി പ്രവർത്തകർ. സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ ആ തിരുവോണ ദിവസം വലിയ രീതിയിൽ സമരങ്ങൾ ചെയ്യുന്നു, ലാത്തിയടി വാങ്ങുന്നു, ജലപീരങ്കിക്ക് ഇരയാകുന്നു. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് മൃഷ്ടാംഗ ഭോജനം. ഇവർക്കൊക്കെ ഈ അവസരം ഉണ്ടാക്കി കൊടുത്ത ഈ മൃഷ്ടാന്നത്തിന് ഒക്കെ അവസരം ഉണ്ടാക്കി കൊടുത്ത ആ ആളുകൾ തന്നെയാണ് ഈ മർദ്ദനം അനുഭവിക്കുന്ന, പീഡനം അനുഭവിക്കുന്ന പോലീസ് എന്ന മർദ്ദനോപകരണത്തിൻ്റെ താടനം ഓണക്കാലത്ത് പോലും അതിൻ്റെ വേദനകൾ പങ്കുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ആദ്യം ഞാൻ പറയുന്നത് ബിന്ദുവിൻ്റെ കാര്യമാണ്. അതായത് നെടുമങ്ങാട്ടുള്ള സ്ത്രീ, ആകെ 500 രൂപ ശമ്പളമാണ് അവർക്ക്. ആ ശമ്പളത്തിൽ ദിവസം ഏതാണ്ട് 180 രൂപ, പിന്നെ അത് കൂടാതെ കൈച്ചെലവുകളും ഒക്കെ ഉണ്ടാവുമല്ലോ, 200-ഓളം രൂപ അവർക്ക് നഷ്ടമാകുന്നത് നെടുമങ്ങാട്ട് നിന്ന് ഈ NCC റോഡ് എന്ന് പറയുന്ന പേരൂർക്കടയ്ക്ക് അടുത്തുള്ള നാട്ടുകാർ നിർമ്മിച്ച ആ റോഡിൽ അടുത്തുള്ള ഒരു വസതിയിലേക്ക് എത്താനാണ്. കാരണം വീട്ടുജോലി അല്ലാതെ ഒന്നും അറിയാൻ വയ്യാത്തൊരു പാവപ്പെട്ട അമ്മയാണ് ഈ ബിന്ദു. അവരുടെ കണ്ണുകളിലെ നിഷ്കളങ്കത കണ്ടാൽ തന്നെ ഏതൊരു സാധാരണക്കാരനും പോലീസിൻ്റെ തന്നെ ഈ ശാസ്ത്രീയ ദൃഷ്ടിയില്ലാതെ തന്നെ മനസ്സിലാകും അവർ സത്യസന്ധയാണ്, വെറും പാവമാണ്. അവിടെ NCC റോഡിലെ ഏതോ ഒരു വീട്ടമ്മ മറന്നു വെച്ച് പോയ സ്വർണ്ണ മാലയ്ക്ക് പകരം ഇവരുടെ മാനം പേരൂർക്കട സ്റ്റേഷനിൽ അടിയറവ് വയ്ക്കേണ്ടി വന്നു. അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ മറ്റുള്ളവരെല്ലാം പറഞ്ഞതെന്താ, തന്നേ പറ്റുമോ, ഈ മാല തന്നിട്ടേ നിന്നെ വിടൂ, മൂത്രമൊഴിക്കാൻ പോലും വിടില്ല എന്ന് പറഞ്ഞ് വെള്ളം കൊടുക്കാതെ നരകത്തിൽ അനുഭവിക്കുന്ന ശിക്ഷയാണ് അവർക്ക് 24 മണിക്കൂർ അവിടെ ഏൽക്കേണ്ടി വന്നത്. കേരളത്തിന് മനസാക്ഷി എന്നൊന്നുണ്ടോ? കേരള പോലീസിനുണ്ടോ? അത് വേദനിപ്പിക്കുന്നു. ഉണ്ടല്ലോ, അണിഞ്ഞൊരുങ്ങി ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ ഈ ഓണാഘോഷത്തിനും. അതുപോലെ നമ്മുടെ ആഡംബര ലംബോർജിനോ കാറിൽ നടക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരുടെ വല്ല ഇങ്ങനെ ചെയ്യൂ? അവരുടെ നിറം കറുപ്പായതുകൊണ്ടും അവരൊരു ദളിത സ്ത്രീ ആയതുകൊണ്ടുമല്ലേ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത്? എന്നിട്ട് ആർക്കെങ്കിലും വേറെ നടപടിയുണ്ടോ? ഇതൊരു ചോദ്യം പോലും ഉണ്ടോ? മുഖ്യമന്ത്രി ഒരു അക്ഷരം ഓണക്കാലത്ത് പോലും ഉരിയാടിയിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? എന്നിട്ടാണ് അവിടെ പിന്നെ ഖത്തറിൽ നടന്ന ആക്രമണത്തെക്കുറിച്ചും ഒക്കെ വാചാലനായിട്ട് സംസാരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി നിങ്ങൾ സംസാരിക്കുന്നത്? കേരളീയർക്ക് വേണ്ടിയിട്ടാണോ അതോ ഭീകരവാദികൾക്ക് വേണ്ടിയാണോ? നിങ്ങൾ കേരളീയർക്ക് മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണല്ലോ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ഇടപെടുന്നത്. ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ തന്നെ പറയുകയാണ്, തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റി, അടുത്ത തവണ തിരുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ തിരുത്തുമോ?
തിരുത്തുക തന്നെ ചെയ്യും. അത് തിരുത്തുന്നത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെയാണ്. ആഭ്യന്തരമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയെ തിരുത്തുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ പാർട്ടി തിരുത്തണം, മെരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ അവസരം കൂടെ അത് നഷ്ടപ്പെടുത്തും. തൃശ്ശൂരല്ല തിരുത്താനുള്ളത്, കേരളമാണ് തിരുത്താനുള്ളത് അല്ലേ? തൃശ്ശൂരിൽ നമ്മൾ ജയിപ്പിച്ചിട്ട ആള് കേരളത്തിലെ ഒരു തിരുത്തൽ, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത്തപ്പൂക്കളങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തപ്പൂക്കളങ്ങൾക്കല്ല, അവിടെ പുലിക്കളിക്ക് വേണ്ടി തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് പൂരം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൂരത്തിന് സമാനമായി തന്നെ പ്രാധാന്യമുള്ള വിശ്രുതമായിട്ടുള്ള പുലിക്കളി, അതിൻ്റെ ഒരു സംസ്കാര വിശേഷമാണ്. അതിനുവേണ്ടി അദ്ദേഹം ഓരോ ക്ലബിനും 3 ലക്ഷം രൂപ വെച്ച് സംഭാവന ചെയ്തു. അങ്ങനെ 8 ക്ലബ്ബുകൾക്കായിട്ട് 24 ലക്ഷമാണ്. അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നല്ല, കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയത്തിൻ്റെ ഫണ്ടിൽ നിന്ന് അനുവദിച്ചു കൊടുത്തു. ഇതൊക്കെ സാധ്യമാണ്. പണ്ടുള്ള മന്ത്രിമാർക്കും കഴിയുമായിരുന്നു, പക്ഷേ ആരും ശ്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഉത്രട്ടാതി ജലോത്സവം എന്ന് പറയുന്നതും നമ്മുടെ ഓണം വാരാഘോഷത്തിൻ്റെ സമാപനവും ഒരേ ദിവസം തന്നെയാണ് സമാന്തരമായിട്ട് നടന്നത്. ഈ ഉത്രട്ടാതി നമ്മുടെ ഇതിന് വേണ്ടത്ര ഫണ്ട് ഗവൺമെൻറ് തന്നെ കൊടുക്കാറുണ്ട്, വിനോദസഞ്ചാര വകുപ്പ് കേരളത്തിൻ്റെ. പക്ഷേ ഉത്രട്ടാതി വള്ളംകളി എന്ന് വലിയ ചിലവുള്ള സംഭവമാണ്. ചുണ്ടൻ വള്ളങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെ വലിയ ചിലവുള്ള സംഭവമാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാരയാണ് കേരള ഗവൺമെൻറ് കൊടുത്തത്. അതായത് സമാന്തരമായിട്ടുള്ള ഒരു വള്ളസദ്യ അവിടെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ അവിടുത്തെ ആറന്മുള വള്ളംകളി എന്ന് പറയുന്ന അനന്യമായിട്ടുള്ള ആ ഒരു സദ്യയുടെ ശോഭ കെടുത്തിക്കൊണ്ട് അതിൻ്റെ വരുമാനം കുറയ്ക്കാനുള്ള ശ്രമമാണ് നടന്നത്. പക്ഷേ ആ ഒരു തലോടലുണ്ടായിരിക്കുന്നു സുരേഷ് ഗോപിയിൽ നിന്ന്. അദ്ദേഹം അതിനുവേണ്ടി 15 ലക്ഷം രൂപയേ ഉള്ളൂ. പക്ഷേ ആ 15 ലക്ഷം രൂപ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്, അവർക്ക് വലിയൊരു സന്തോഷമാണ്, ഒരു ഓണസമ്മാനവും കൂടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ അദ്ദേഹം ഓണം ചെലവഴിച്ചത് സതീശനെ പോലെ മുഖ്യമന്ത്രിയുടെ വീട്ടിലല്ല, അദ്ദേഹം സേവാഭാരതിയുടെ പ്രവർത്തകരോടൊപ്പം നാട്ടിലെ ഏത് മതക്കാരായിക്കോട്ടെ, ഏത് ജാതിക്കാരായിക്കോട്ടെ, അവർക്ക് വീട് വെച്ചു കൊടുക്കുക, ദുരിതം അനുഭവിക്കുന്നവർക്ക് പാലിയേറ്റീവ് കെയർ കൊടുക്കുക, ചികിത്സ നൽകുക, ഇങ്ങനെ. അതുപോലെ ആഹാരം, പട്ടിണി കിടക്കുന്നവർക്ക് ആഹാരം, വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വീട്, അവരെ കൊണ്ടുപോയി സംരക്ഷിക്കുക, ഈ ചുമതലകളൊക്കെ അദ്ദേഹത്തിന്റെ വർഷങ്ങളായ ആംബുലൻസ് സർവീസ് ഫ്രീ. സുരേഷ് ഗോപിയുടെ വർഷങ്ങളായുള്ള ഓണം ഈ ട്രാൻസ്ജെൻഡറിനോടൊപ്പം അതുപോലെ തന്നെ അതെ, വർഷങ്ങളായിട്ട് ഈ ഓണത്തിന് അദ്ദേഹം ഈ ട്രാൻസ്ജെൻഡർ വിഭാഗം, ഇത് ഇത്രയധികം കൊടിയ വേദനകൾ, ഒരു എക്സിസ്റ്റൻസ്, ദി ക്രൈസിസ് ഓഫ് എക്സിസ്റ്റൻസ്, ദി എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, അസ്തിത്വ ദുഃഖം യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന ഈ ട്രാൻസ്ജെൻഡറാണ്. കാരണം ആണുങ്ങൾ അടുപ്പിക്കുകയില്ല, പെണ്ണുങ്ങൾ അടുപ്പിക്കുകയില്ല, സമൂഹം തന്നെ അടുപ്പിക്കുകയില്ല. അത്തരം അവരെക്കുറിച്ച് പല അബദ്ധധാരണകളും പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ ആയിട്ടുള്ള കേസിൽ തന്നെ അത് ട്രാൻസ്ജെൻഡറുകൾക്ക് അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് ജോലി കിട്ടില്ല, ആരും ജോലി കൊടുക്കില്ല, വീട്ടുജോലിക്ക് പോലും അവരെ വിളിക്കില്ല. വളരെ കഷ്ടമാണ് അവരുടെ സ്ഥിതി. അർത്ഥനാരീശ്വരൻ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി അവരെ കാണുകയും അവരോടൊപ്പം ഓണം ചെലവഴിക്കുകയും ചെയ്തു അദ്ദേഹം. പെട്ടെന്നാണ് വലിയ കാര്യങ്ങളും അദ്ദേഹം നിറവേറ്റിയതിന്. അപ്പോഴത്തേക്കുമാണ് കേന്ദ്രത്തിൽ നിന്നൊരു വിളി വന്ന്, അത് വിളി എന്തിനായിരുന്നു, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടില്ല. എന്തായാലും വളരെ ശോഭനമായ ഒരു വിജയം അവിടെ കൈവരിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ കൂടി വോട്ട് കൊണ്ടാണ്. ഇനിയിപ്പോൾ അടുത്ത എന്താണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്നുള്ളത് നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.